പരിശുദ്ധ റമദാൻ ശരീഫിൽ വളരെ പ്രധാനപ്പെട്ട 2 സമയമുണ്ട് അല്ലേ? ഒന്ന് നമ്മൾ പറഞ്ഞു നോമ്പ് തുറയുടെ സമയം, രണ്ടാമത്തെ സമയം അത്തായ സമയമാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത്തായ സമയത്ത് അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നതാണ്. അപ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്, നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തുവരുന്ന സമയമാണ് അത്തായ സമയം. അതുപോലെ അത്തായം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത്തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, ഹബീബായ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അത്തായം കഴിക്കണം. ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്തായത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്നാണ്. അത്തായത്തിൽ ബറക്കത്തുണ്ട്. ഫീഹി ശിഫാഉൻ, അതിൽ ശിഫയുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആൻ ശിഫയാണല്ലോ അല്ലേ? തേന് ശിഫയാണ്. അതുപോലെ ശിഫയാണ് ഏത്? അത്തായം എന്ന് പറയുന്നത് ശിഫയാണ്. നമുക്ക് വല്ല രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം, അത് സുഖമാവണം എന്ന നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് അത്തായം കഴിച്ചാൽ അതിൽ ശിഫയുണ്ട് സഹോദരങ്ങളെ. അതുപോലെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ നിയ്യത്ത് വെക്കണം അത്തായം കഴിക്കുന്ന സമയത്ത്. അപ്പോഴാണ് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക. ഞാൻ അത്തായം കഴിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് വെക്കണം. പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. അതുപോലെ ചില ആളുകൾ അത്തായത്തിന് ഒഴിവാക്കി കളയും. എനിക്ക് അത്തായമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും എനിക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ചില ആളുകൾ അത്തായം ഒഴിവാക്കാറുണ്ട്. അങ്ങനെ അത്തായം കഴിക്കാത്ത ആളുകൾക്ക് വലിയ നഷ്ടമാണ്. എന്താ കാരണം? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, ഹബീബായ തങ്ങൾ പറയുന്നു നിശ്ചയമായിട്ടും അല്ലാഹും അവന്റെ മലക്കുകളും അത്തായം കഴിക്കുന്ന ആളുകളുടെ മേലിൽ ദുആ ചെയ്യുന്നതാണ്, സ്വലാത്ത് ചൊല്ലുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യും. അത്തായം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. പടച്ചവനെ, ഈ അത്തായം കഴിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നിന്റെ പൊരുത്തം അവർക്ക് നീ നൽകണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യും. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ ഇന്നഹാ ബറക്കത്തുൻ, അത്തായം എന്ന് പറയുന്നത് വല്ലാത്ത ബറക്കത്താണ്. അഅതാകുമുല്ലാഹു ഇയ്യാഹാ, അത് നിങ്ങൾക്ക് അല്ലാഹ് തന്ന വലിയ ബറക്കത്താണ് അത്തായം. അതുകൊണ്ട് ഫലാ തദൂഹു, അത്തായത്തിനെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കി കളയല്ല. അത്രയും മഹത്തുള്ള സംഗതിയാണ്. അസ്സൂറു കുല്ലുഹു ബറക, അത്തായം മുഴുവനും ബറക്കത്താണ്. ഫലാ തദഊ, അത് നിങ്ങൾ ഒഴിവാക്കല്ലേ. വലൗ അയ്യജറഅഹദുകും ജുറഅതൻ മിൻ മാഇൻ, ഒരു ഇറക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അത്തായം കഴിക്കണേ, അത് നിങ്ങൾ ഒഴിവാക്കി കളയല്ല. ചില ആളുകൾക്ക് കൂടുതൽ ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ കൂടുതൽ കഴിക്കാൻ സാധിക്കില്ല. ചില ആളുകൾ അങ്ങനെ കഴിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ആ ഒരു ബറക്കത്തിന് വേണ്ടി കൂടുതൽ കഴിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ ഒരു ഇറക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും അത്താഴം കഴിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതുഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, നിശ്ചയം അല്ലാഹും അവന്റെ മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകളുടെ മേലിൽ ദുആ ചെയ്യുന്നതാ.